മഹാനായ ഷെയ്ഖ് സിയം വലിയുള്ളാഹിയുടെ പിതാവായ കുഞ്ഞുമാഹി മുസ്ലിയാർ അവിടുന്ന് സിയാറത്തിന് പോയപ്പോൾ, ഹജ്ജിന് പോയപ്പോൾ, റസൂലുള്ളാന്റെ റൗള മുശറഫ സിയാറത്ത് ചെയ്യാൻ പോയപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നം കാണുകയാണ്. അവിടുന്ന് പറയുകയാണ്, ഓ കുഞ്ഞുമാഹീൻ, നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കുന്നുണ്ട്, ഒരാൺകുട്ടി ജനിക്കുന്നുണ്ട്. ആ ആൺകുട്ടി വലിയും മിന്ന ഔലിയ ഇല്ല, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പെട്ടൊരു വലിയാണ്. ആ കുട്ടിക്ക് എന്റെയും എന്റെ സാഹിബായ എന്റെ കൂടെ കിടക്കുന്ന അബൂബക്കറിനെയും പേര് വിളിക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വപ്നത്തിലുള്ള നിർദ്ദേശം ലഭിച്ച കുഞ്ഞുമാഹി മുസ്ലിയാർ നാട്ടിൽ വന്ന് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച മഹാനായ ഷെയ്ഖ് സിയം വലിയുള്ളാഹി പ്രസവിക്കപ്പെട്ടു. 7-ാം ദിവസം മുഹമ്മദ് അബൂബക്കർ എന്ന് പേര് വെച്ചു. കണ്ടോ, 7-ാം ദിവസം മുഹമ്മദ് അബൂബക്കർ എന്ന് പേര് വെച്ചു. വിശുദ്ധ റബീഉൽ അവ്വൽ മാസം 12 തിങ്കളാഴ്ചയാണ് സിയം വലിയുള്ളാഹി ജനിക്കുന്നത്. പ്രകൃതിയാൽ തന്നെ റസൂലുള്ളാഹിയോട് ഇത്തിബാഅ് ചെയ്ത അവിടുന്ന് വഫാത്താകുന്നത് അവിടുത്തെ 63-ാമത്തെ വയസ്സിലാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അഭേദ്യമായ ബന്ധത്തിൽ നിന്നാണ് അവിടുത്തെ ജീവിതം തന്നെ തുടങ്ങുന്നത്. മാതാപിതാക്കളിൽ നിന്ന് പ്രാഥമികമായ വിദ്യാഭ്യാസം നേടിയതിനു ശേഷം പ്രഗത്ഭരായ ഉസ്താദുമാരിൽ നിന്ന്, മഹാന്മാരായ മശായിഖന്മാരിൽ നിന്ന് ദീന് പഠിക്കുകയും ബഹുമാനപ്പെട്ടവർ ബാഖിയാത്തുസ് സ്വാലിഹാത്തിലെ ഉന്നത സ്ഥാപനത്തിൽ ചേർന്ന് ബാഖവി ബിരുദം നേടി പുറത്തിറങ്ങുകയും തന്റെ നാടായ മടവൂരിൽ തന്നെ ദർസ് ആരംഭിക്കുകയും ചെയ്തു. അവിടത്തെ ഖാദിയായി നിയമിതനായി മഹാനായ ഷെയ്ഖ് സിയം വലിയുള്ളാഹി അന്ന് മടവൂരിൽ ഓതിപ്പടിച്ചവരിൽ പ്രമുഖനാണ്. നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ട്രഷററായ സയ്യിദ് അലി ബാഫഖി തങ്ങൾ. സയ്യിദ് അലി ബാഫഖി തങ്ങൾ സിയം വലിയുള്ളാഹിയുടെ ശിഷ്യന്മാരിൽ പ്രഗത്ഭനാണ്. അന്ന് മടവൂരിൽ സിയം വലിയുള്ളാഹിയുടെ ശിഷ്യനായി ഓതിപ്പടിച്ചവരാണ്. എന്നാൽ മഹാനായ ഷെയ്ഖ് സിയം വലിയുള്ളാഹി മടവൂരിൽ ഖാദിയായി മുദരിസായി സേവനമനുഷ്ഠിക്കുമ്പോൾ മടവൂരിൽ തന്നെയുള്ള പ്രഗത്ഭനായ ആ നാട്ടിലെ സമ്പന്നനായ ഒരു ഉമറാഇന്റെ വീട്ടിൽ, ഒരു കാരണവരുടെ വീട്ടിൽ ഒരു നിക്കാഹുണ്ടായി, ഒരു കല്യാണമുണ്ടായി. ആ കല്യാണത്തിന് പുതിയാപ്പള വന്നു. പുതിയാപ്പള വന്നപ്പോൾ നിക്കാഹ് ചെയ്യേണ്ട ഖാദിയുടെ അരികിലേക്ക് ആളെ പറഞ്ഞയച്ചു. മഹാനായ ഷെയ്ഖ് സിയം വലിയുള്ളാഹി സദസ്സിൽ വന്നു. സദസ്സിൽ വന്ന് പുതിയാപ്പളയുമായി മുഖാമുഖം ഇരിക്കുമ്പോൾ പുതിയാപ്പളയെ നോക്കി സിയം വലിയുള്ളാഹി ചോദിച്ചു, നീ വഹാബിയല്ലടാ, നീ വഹാബിയല്ലേ? ആ ചെറുപ്പക്കാരൻ വിറച്ചുപോയി. വീണ്ടും ചോദിച്ചു, നീ വഹാബിയല്ലടാ? കൂടെയുള്ള ആളുകൾ പറഞ്ഞു, ചെറിയൊരു അനുഭവമുള്ള ആളാണ്, അങ്ങനെ വലിയ പ്രവർത്തകനൊന്നുമല്ല. ഈ നിക്കാഹ് ചെയ്യാൻ അബൂബക്കറിനെ കാക്കണ്ട എന്ന് പറഞ്ഞ് സിയം വലിയുള്ളാഹി സദസ്സ് വിട്ടുപോയി. മഹാനായ ഷെയ്ഖ് സിയം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് വഹാബികളോടുള്ള കർക്കശമായ നിലപാടായിരുന്നു അവിടുന്ന് സ്വീകരിച്ചത്. അവര് ദീന് ഫസാദാക്കുന്നവരാണ്, അവര് ദീനിൽ മായം ചേർത്തവരാണ്, അവര് വെട്ടിക്കുറച്ചവരാണ്, അവര് ഒരുപാട് ഉണ്ടാക്കി വെച്ചവരാണ്, അവര് മുസ്ലിമീങ്ങളല്ല. ഇതായിരുന്നു മഹാനായ ഷെയ്ഖ് സിയം വലിയുള്ളാഹിയുടെ വിശ്വാസം. മഹാനായ ഷെയ്ഖ് സിയം വലിയുള്ളാഹി വലിയ പണക്കാരനാണ്, വലിയ കാരണവരാണെന്ന് പറഞ്ഞ് താൻ പഠിച്ച ആശയം മൂടിവെക്കാൻ അവിടുന്ന് ശ്രമിച്ചില്ല. അവിടുന്ന് ധൈര്യസമേതം എഴുന്നേറ്റുകൊണ്ട് ഈ നിക്കാഹിന് ഞാൻ എന്നെ കാക്കണ്ടെന്ന് പറഞ്ഞ് അവിടുന്ന് എഴുന്നേറ്റുപോയി. മഹാനായ ഷെയ്ഖ് സിയം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് പിൽക്കാലത്ത് വിവാഹം ചെയ്യാൻ വീട്ടുകാര് നിർബന്ധിച്ചപ്പോൾ
അനുജനായ സൈനുദ്ദീൻ മുസ്ലിയാർ വിവാഹം ചെയ്യണമെങ്കിൽ ജ്യേഷ്ഠൻ വിവാഹം ചെയ്താലേ ചെയ്യുകയുള്ളൂ എന്ന് നിർബന്ധം പിടിച്ചപ്പോൾ അവിടുത്തെ കുടുംബത്തിൽപ്പെട്ട സൈനബ എന്ന് പറയുന്ന സഹോദരിയെ അവിടുന്ന് നിക്കാഹ് ചെയ്തു. അനുജന് വിവാഹം ചെയ്യാൻ വേണ്ടി ചെയ്തിരുന്നൊരു ഹിക്മത്തായിരുന്നു. പക്ഷേ വിവാഹ ജീവിതം തന്റെ ആത്മീയമായ ജീവിതത്തിന് തടസ്സമാകുന്ന റൂട്ടാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അങ്ങനെ ചില ഔലിയാക്കൾക്കുള്ള തരീഖത്ത് അങ്ങനെയാണ്. എല്ലാവരും അങ്ങനെയല്ല. ചില ഔലിയാക്കൾ വിവാഹം കഴിക്കാത്തവരാണ്. അവര് വിവാഹം കഴിച്ച് ഭൗതികമായ ജീവിതത്തിലും ആനന്ദത്തിലും ജീവിക്കുമ്പോൾ അവരുടെ ആത്മീയമായ ഉയർച്ചക്കത് തടസ്സമാകുമോ എന്നാണ് അവരുടെ റൂട്ട്. മഹാനായ ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ ആലം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി 90-ൽ ചില്ലാനും വയസ്സ് ജീവിച്ചിട്ടുണ്ട്. പക്ഷേ 50 വയസ്സ് വരെ അവിടുന്ന് വിവാഹം ചെയ്തിട്ടില്ല. പക്ഷെ 50 വയസ്സായപ്പോൾ മഹാനായ റസൂലുള്ളാഹിയെ അവിടുന്ന് കാണുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ നിർദ്ദേശിച്ചു, ഓ അബ്ദുൽ ഖാദിറെ, നിങ്ങൾ എന്റെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തണം, എങ്കിലേ നിങ്ങൾ സമ്പൂർണ്ണ സുന്നത്ത് സ്വീകരിച്ച ആളാവുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് മഹാനായ ഗൗസുൽ ആലം ഒരു സദസ്സിൽ നിന്ന് തന്നെ 4 നിക്കാഹ് ചെയ്തു. ഇനി ചെയ്യുമ്പോ അങ്ങനെ ചെയ്തോണ്ടേ. ഇത് ഒന്ന് കെട്ടി കുറെ കാലം കഴിഞ്ഞ് ഒന്ന്, പിന്നെ കുറെ കാലം കഴിഞ്ഞ് വേറെന്ന്. അപ്പോഴാണ് നമ്മളെ വീട്ടിൽ സംഘർഷങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്നത്. 4 ആളും കൂടി ഒപ്പം വന്നാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പറയാൻ. ഒരു സദസ്സിൽ നിന്ന് 4 ആളെ നിക്കാഹ് ചെയ്തു. 4 ഭാര്യന്മാരിലുമായി 49 സന്താനങ്ങളുണ്ട് ഗൗസുൽ ആലമിന്. 22 സ്ത്രീകൾ, 27 പുരുഷന്മാർ. കുല്ലുഹും അഖ്താബ്, എല്ലാവരും ഖുതുബ് എന്ന് പറയുന്ന സമുന്നതമായ പദവി അലങ്കരിച്ചവരാണ്. മഹാനായ ഖുതുബുൽ അഖ്താബ് ഗൗസുൽ ആലം അശ്ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. അപ്പൊ ബഹുമാനപ്പെട്ട ഖുതുബുൽ ആലമിന്റെ റൂട്ട് അങ്ങനെയാണെന്ന് റസൂലുള്ളാഹി കാണിച്ചു കൊടുത്തപ്പോൾ അത് സ്വീകരിച്ചു. മഹാനായ ഖുതുബുൽ ആലമിന് വിവാഹ ജീവിതം ആത്മീയ ജീവിതത്തിന് തടസ്സമാകുമോ എന്ന് ഭയപ്പെട്ട് ആ നിക്കാഹ് അവിടെ അവസാനിപ്പിച്ചു. തലാഖ് ചൊല്ലി മഹാനായ ശൈഖ് സിയം വലിയുള്ളാഹിയുടെ ഭാര്യയെ മറ്റൊരാളെ കൊണ്ട് വിവാഹം ചെയ്തു കൊടുക്കാൻ ആവശ്യമായ സാമ്പത്തികമായ ചെലവുകളും മഹാനായ ശൈഖ് സിയം വലിയുള്ളാഹി വഹിക്കുകയായിരുന്നു. അങ്ങനെ വിവാഹം ചെയ്തെങ്കിലും വിവാഹ ജീവിതത്തിൽ ഏർപ്പെടാത്ത മഹാനായ ശൈഖ് സിയം വലിയുള്ളാഹി പിൽക്കാലത്ത് ഔലിയാക്കളിൽ പ്രഗത്ഭരായ പല ആളുകളുമായി ബന്ധപ്പെട്ടപ്പോൾ അവരുടെ ദറജ ഉയരുന്നതിനനുസരിച്ച് ഭൗതികതയിൽ നിന്ന് പരമാവധി വിട്ടുനിൽക്കുകയായിരുന്നു. ആ കൂട്ടത്തിൽ ഉള്ളാളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ശൈഖ് മുഹയ്യിദ്ദീൻ എന്ന് പറയുന്ന മഹാനായ ഒരു ശൈഖുമായി സിയം വലിയുള്ളാഹി ബന്ധം സ്ഥാപിച്ചു. ആ ശൈഖിനെ തെരഞ്ഞെടുക്കുന്നതിൽ ഒരുപാട് കഠിനാധ്വാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഞാൻ വിശദീകരിക്കുകയല്ല. ആ ശൈഖുമായി ബന്ധപ്പെട്ടപ്പോൾ അവര് നിർദ്ദേശിച്ച ഒരുപാട് അദ്കാറുകൾ, അവര് നിർദ്ദേശിച്ച ഒരുപാട് റിയാദുകൾ ജീവിതത്തിൽ പകർത്തുന്നു എന്നു മാത്രമല്ല, രാത്രി സമയം മുഴുക്കെ ഇബാദത്താണ്, പകൽ സമയം മുഴുക്കെ നോമ്പാണ്. ചില കാലങ്ങളിൽ രാവിലെ ഒരു ഗ്ലാസ് വെള്ളം, രാത്രി ഒരു ഗ്ലാസ് ചുടുപാല്, ഇത്രേ ഭക്ഷണമായി കഴിക്കുന്നുള്ളൂ. ഇങ്ങനെ 5 വർഷം കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. രാവിലെ ഒരു ഗ്ലാസ് ചുടുവെള്ളം, രാത്രി ഒരു ഗ്ലാസ് ചുടുപാല്, ഇങ്ങനെ കഴിച്ച് ഒരു ദിക്ർ ചൊല്ലി തീർക്കാൻ 5 വർഷക്കാലം. യഥാർത്ഥത്തിൽ ആ ശൈഖ് 3 വർഷമാണ് നിർദ്ദേശിച്ചത്. പക്ഷേ ആ ദിക്ർ ചൊല്ലി 2 വർഷമായപ്പോൾ ശൈഖ് സിയം വലിയുള്ളാഹിയുടെ ഉമ്മ മകനെ കാണാൻ വന്നു. 2 വർഷമായി വീട്ടിലേക്ക് വരുന്നില്ല, കാണുന്നില്ല. മകനെ കാണാൻ വന്നു ബഹുമാനപ്പെട്ടവരുടെ ഉമ്മ. വന്നപ്പോൾ ഈ ദിക്ർ ചൊല്ലുന്ന അവസ്ഥയിലാണ്. ആ അവസ്ഥയിലുള്ള നിബന്ധന എന്താണ്? ആ ദിക്ർ ചൊല്ലുന്ന കാലയളവിൽ ഒരു മഖ്ലൂക്കിനോടും സംസാരിക്കാൻ പാടില്ല. സംസാരം മൊത്തം അല്ലാഹുവിനോട്. ഈ കാലയളവിൽ ഉമ്മ വന്നുകൊണ്ട് മകന് അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞപ്പോൾ ഉമ്മാക്ക് സലാം അടക്കിയില്ല. കാരണം ആ കാലയളവിൽ സംസാരം മൊത്തം അല്ലാഹുവിനോടാണ്. ഉമ്മാക്കത് അറിയില്ലല്ലോ. ഉമ്മ തിരിച്ചുപോയി. അവരെ കുടുംബത്തിൽപ്പെട്ട മറ്റൊരു പണ്ഡിതനെയും കൂട്ടി വീണ്ടും ഉമ്മ വന്നു.
എന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞപ്പോൾ സലാം അടക്കാതിരുന്നപ്പോ കൂടെയുള്ള ആ ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ എന്തായി ചെയ്യുന്നത്? സുന്നത്ത് നിസ്കാരത്തിലാണെങ്കിൽ പോലും ഉമ്മ വിളിച്ചാൽ ഉത്തരം ചെയ്യണമെന്നല്ലേ, പിന്നെന്തുകൊണ്ടാണ് നിങ്ങൾ സലാം അടക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു, ഞാൻ 2 വർഷമായി രാപ്പകലില്ലാതെ കഠിനാധ്വാനിച്ച് ദിക്ർ ചൊല്ലിയത് ബാത്തിലായിപ്പോയി. ഇനി ഞാൻ വീണ്ടും 3 വർഷം തുടങ്ങണമെന്ന് പറഞ്ഞ് വീണ്ടും 3 വർഷം, അങ്ങനെ 5 വർഷക്കാലം ഒരേ ഇബാദത്തിന് സമയം ചെലവഴിച്ച മഹാനായ ഷെയ്ഖ് സി.എം. വലിയുല്ലാഹി രാത്രി 1 ഗ്ലാസ് ചുടുപാല്, പകല് 1 ഗ്ലാസ് ചുടുവെള്ളം, ഇത്രേ ഭക്ഷണമായി കഴിക്കാവൂ. സംസാരം മൊത്തം അള്ളാഹുവിനോട്. ഇങ്ങനെയുള്ള മഹത്തായ ഒരു ഇബാദത്തുമായി ബന്ധപ്പെട്ടപ്പോഴാണ് അവിടുന്ന് അവസ്ഥ തന്നെ മാറ്റങ്ങളുണ്ടായത്. അങ്ങനെ ആ ഇബാദത്തുമായി ബന്ധപ്പെടാൻ വേണ്ടിയാണ് ദർസുകൾ ഒഴിവാക്കിയത്, ഖാലിസ്ഥാനം വേണ്ടെന്ന് വെച്ചത്. അവിടുത്തെ ജീവിത രീതി തന്നെ മറ്റൊരു ലോകത്തേക്ക് മറയുകയായിരുന്നു പിൽക്കാലത്ത്. എന്നാൽ അങ്ങനെ ആരോടും സംസാരിക്കാതെ ആ അദ്കാറുകൾ കഴിഞ്ഞതിന് ശേഷം വീണ്ടും പല സന്ദർഭങ്ങളിലും വാതിലടച്ച് അവിടെ ഇരിക്കാറുണ്ട്, സന്ദർശകരെ സ്വീകരിക്കാറില്ല. എന്നാൽ ഇങ്ങനെ സന്ദർശകരെ സ്വീകരിക്കാതെ വാതിലടച്ചിരിക്കുന്ന സമയത്ത് പോലും മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാൾ തങ്ങൾ വന്നിട്ടുണ്ടെന്നറിഞ്ഞാൽ, കാന്തപുരം AP ഉസ്താദ് വന്നിട്ടുണ്ടെന്നറിഞ്ഞാൽ അവിടുന്ന് വാതിൽ തുറന്ന് ബഹുമാനപൂർവം അവരെ സ്വീകരിച്ച് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിന് ചാലക ശക്തിയായി പ്രവർത്തിച്ചത് മഹാനായ ഷെയ്ഖ് സി.എം. വലിയുല്ലാഹിയാണെന്ന് അഭിമാനപൂർവം നമുക്ക് പറയാൻ കഴിയുന്നത്. മഹാനായ ഷെയ്ഖ് സി.എം. വലിയുല്ലാഹി അങ്ങനെയുള്ള ധാരാളം ഇബാദത്തുകളുമായി ബന്ധപ്പെട്ടപ്പോൾ, സുന്നത്തായ ധാരാളം അദ്കാറുകളും റിയാദുകളും നോമ്പുകളുമായി ബന്ധപ്പെട്ടപ്പോൾ, വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബുഹു ഫഇദാ അഹബബ്തുഹു കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബിഹി وبصره الذي يبصر به ويده التي يبطش بها ورجله التي يمشي بها وإذا سألني أعطينه وإذا استعاذني لأعيذنه قال رسول الله. ഒരു അടിമ ഫറലാക്കപ്പെട്ട ഇബാദത്തുകൾ തീർത്തതിന് ശേഷം ധാരാളം സുന്നത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ ആ അടിമ പ്രവർത്തിക്കുന്ന കൈ ഞാനാകും, കേൾക്കുന്ന കേൾവി ഞാനാകും, കാണുന്ന കാഴ്ച ഞാനാകും, ചലിക്കുന്ന കാല് ഞാനാകും. ആ അടിമ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ അത് നിർവഹിച്ചു കൊടുക്കുമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. കേരള മുസ്ലിമീങ്ങൾ മഹാനായ സി.എം. വലിയുല്ലാഹിയിലൂടെ അനുഭവിച്ചറിഞ്ഞത് അതായിരുന്നു. കേരള മുസ്ലിങ്ങൾ സി.എം. വലിയുല്ലാഹിയിലൂടെ അനുഭവിച്ചതറിഞ്ഞതായിരുന്നു. ഒട്ടനവധി രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്ന പലരും സി.എം. വലിയുല്ലാഹിയുടെ സദസ്സിൽ ചെന്ന് സങ്കടം പറയുമ്പോൾ ആ രോഗം വേണ്ട എന്ന് പറയുന്ന കാരണം കൊണ്ട് രോഗം സുഖപ്പെടുകയാണ്. സന്താന സൗഭാഗ്യമില്ലാത്തവർ സി.എം. വലിയുള്ളാഹിയുടെ അരികെ ചെന്ന് സങ്കടം പറയുമ്പോൾ നിനക്ക് സന്താനമുണ്ടെന്ന് പറയുന്ന വാക്കുകൊണ്ട് സന്താനമുണ്ടാവുകയാണ്. മഹാനായ ഷെയ്ഖ് സി.എം. വലിയുള്ളാഹിയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന നിരവധി ആളുകൾക്ക് അനുഭവങ്ങളുണ്ട്. ബറക്കത്തിന് വേണ്ടി 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്റെ നാട്ടുകാരനായ അബൂബക്കർ ഹാജി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഏകദേശം ഒരു 10-40 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ കുടലിന് ക്യാൻസർ പിടിച്ചു. അന്നത്തെ ചികിത്സാ മുറ അനുസരിച്ച് ക്യാൻസറായ ഭാഗം മുറിച്ചു കളയലാണ് പതിവ്. അന്ന് ചികിത്സ ഇന്നത്തേതുപോലെ വ്യാപിച്ചിട്ടില്ല, പ്രചരിച്ചിട്ടില്ല. അന്ന് ക്യാൻസറായ ഭാഗം മുറിച്ചു കളയും. കോഴിക്കോട് പ്രമുഖ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർമാരെ കണ്ടപ്പോൾ ഡോക്ടർമാര് പറഞ്ഞു, ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് ആ ഭാഗം മുറിച്ചു കളയണം. ഓപ്പറേഷൻ എന്ന് കേട്ടപ്പോഴേക്ക് ഇദ്ദേഹത്തിന് വിഷമമായി. അദ്ദേഹം തൽക്കാലം ഒരു മരുന്ന് എഴുതി വാങ്ങിച്ച്
മാത്രമല്ല ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് ഈ രോഗമുണ്ടാവാനുള്ള കാരണം മാംസം കഴിച്ചതാണ്. അതുകൊണ്ട് ഇനി മേലാൽ മാംസം കഴിച്ചുകൂടാ, മാംസം കഴിക്കരുത് എന്ന് ഡോക്ടർ കർക്കശമായി വിലക്കി. അങ്ങനെ തൽക്കാലം മരുന്ന് വാങ്ങി അവിടെ നിന്ന് പോന്നു. ബഹുമാനപ്പെട്ട ഷെയ്ഖ് CM വലിയുള്ളാഹിയുടെ അരികെ ചെന്ന് പറഞ്ഞു, എനിക്കിങ്ങനെ ക്യാൻസർ പിടിപെട്ടിരിക്കുന്നു, ഡോക്ടർമാര് ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? CM വലിയുള്ളാഹി പറഞ്ഞു, ഓപ്പറേഷൻ വേണ്ട, സുഖമായിക്കൊള്ളൂ. അങ്ങനെ മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും അസഹനീയമായ വേദന അനുഭവപ്പെട്ടു. ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു, ഓപ്പറേഷൻ തന്നെയാണ് ഇതിന്റെ മരുന്ന്, മറ്റൊന്നിനെ കുറിച്ചും നിങ്ങൾ ആലോചിക്കേണ്ടതില്ല. CM വലിയുള്ളാഹി ഓപ്പറേഷൻ വേണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് അദ്ദേഹം വേണ്ട എന്ന് തന്നെ തീരുമാനിച്ചു. പക്ഷെ ഒരു ദിവസം രാത്രി സമയത്ത് അസഹനീയമായ വേദന അനുഭവപ്പെട്ടപ്പോൾ രാത്രി തന്നെ വണ്ടി വിളിച്ച് കോഴിക്കോടുള്ള ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാൻ കാലങ്ങളായി നിങ്ങളോട് പറയുന്നു ഓപ്പറേഷൻ ചെയ്യണമെന്ന്, ഇപ്പോൾ നില വളരെ ഗുരുതരമായിരിക്കുന്നു, ഇന്ന് തന്നെ ഓപ്പറേഷന് വിധേയമാവണം, ഇനി നാട്ടിൽ പോവാൻ സമയമില്ല. ഡോക്ടറുടെ നിർബന്ധം കാരണം അദ്ദേഹം ഓപ്പറേഷത്തിന് വിധേയനാവാൻ ഒപ്പിട്ടുകൊടുത്തു. തിയേറ്ററിൽ കൊണ്ടുപോയി. തിയേറ്ററിൽ ചെന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത്, CM വലിയുള്ളാഹി ഓപ്പറേഷൻ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ അരികെ ചെന്നുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാനുള്ളൊരു സമ്മതം വാങ്ങി വരണം എന്ന് കരുതി ഡോക്ടർമാരോട് നിർബന്ധമായും എനിക്ക് അല്പസമയം പുറത്തേക്ക് വിട്ടുതരണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം പുറത്തു വന്നു. കോഴിക്കോട് തന്നെ താമസിക്കുന്ന CM വലിയുള്ളാഹിയുടെ വീട്ടിൽ ചെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നാണ് വരുന്നത്, ഓപ്പറേഷൻ ചെയ്യാൻ ഞാൻ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ സമ്മതം നൽകണമെന്ന് പറഞ്ഞപ്പോൾ കടക്കുന്ന ഷെയ്ഖുന എഴുന്നേറ്റിരുകൊണ്ട് വയറ്റത്തിങ്ങനെ തടവിയിട്ട് പറഞ്ഞു, ഓപ്പറേഷൻ വേണ്ട, ഞാൻ എന്റെ രോഗം സുഖപ്പെടുത്തിയിരിക്കുന്നു, പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം, കോഴിക്കോട്ടെ ടൗണിൽ നിന്ന് തന്നെ വയറ് നിറച്ച് മാംസം കഴിക്കണം. പിന്നെ അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് പോയില്ല. കോഴിക്കോട് ഹോട്ടലിൽ നിന്ന് തന്നെ വയറ് നിറയെ മാംസം കഴിച്ച് അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു വന്നു. പിന്നീട് അദ്ദേഹത്തിന് ആ രോഗമുണ്ടായിട്ടില്ല. കാസർഗോഡ് ജില്ലയിലെ പെരുമുത എന്ന പ്രദേശത്ത് ഞാൻ പ്രസംഗിക്കാൻ ചെന്നപ്പോ അവിടുത്തെ പള്ളിയിലെ ഉസ്താദ് CM വലിയുള്ളാഹിയുടെ ഒരുപാട് കറാമത്ത് പറഞ്ഞപ്പോ പള്ളിയിലെ ഉസ്താദ് പറഞ്ഞു, എനിക്കൊരനുഭവമുണ്ട്. എന്താ നിങ്ങളുടെ അനുഭവം? ഞാൻ വിവാഹം കഴിച്ച് സന്താനങ്ങളില്ലാതെ വിഷമിച്ച് 8 വർഷം കഴിഞ്ഞിരുന്നു. ആരോ പറഞ്ഞു കേട്ടു കോഴിക്കോട് CM വലിയുള്ളാഹി എന്ന് പറഞ്ഞ ഒരാളുണ്ട് എന്ന് കേട്ടപ്പോൾ ഉടനെ തന്നെ ഞാൻ കോഴിക്കോട്ടേക്ക് ബസ് കയറി. അവിടെ എത്തിയപ്പോഴേക്ക് സമയം വളരെ വൈകി. ഞാൻ അവിടെ ഒരു ലോഡ്ജിൽ താമസിച്ചു. അതിരാവിലെ മഹാനായ ഷെയ്ഖ് CM വലിയുള്ളാഹി താമസിക്കുന്ന വീട്ടിലെത്തി. CM വലിയുള്ളാഹിയുടെ അരികെ ചെന്നു. അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞപ്പോൾ, നിങ്ങൾക്ക് സന്താനമുണ്ട്, പോകാം. ഞാൻ സന്താനത്തിന്റെ കഥ ഒന്നും അങ്ങോട്ട് പറഞ്ഞിട്ടില്ല. ഞാൻ അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് സന്താനമുണ്ട്, പോവാം. വഖഫ്തു അലാ ബാബിൽ ഹബീബി മുസല്ലിമാ ഫഅബ്ദാ മുറാദി ഖബ്ല അൻ തകല്ലമാ. ഞാൻ എന്റെ സംസാരം അദ്ദേഹത്തോട് പറയുന്നതിന് മുമ്പ് തന്നെ എന്റെ കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞ് പരിഹാരം നിർദ്ദേശിച്ചു തന്ന മഹാനായ ഷെയ്ഖ് CM വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഈ അടുത്ത് വഫാത്തായ ബഹുമാനപ്പെട്ട തരുവണ അബ്ദുള്ള മുസ്ലിയാർ, അവരോടൊന്നിച്ച് അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തെരുമാറാവട്ടെ. തരുവണ അബ്ദുള്ള മുസ്ലിയാർ നേരിട്ട് അനുഭവിച്ച ഒരു സംഭവം. അവർ രണ്ടുപേരും, തരുവണ അബ്ദുള്ള മുസ്ലിയാരും ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹിയും ഒരു പ്രാവശ്യം ബാംഗ്ലൂരിൽ പോയി. നാട് സഞ്ചരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ ചെന്നപ്പോ ഒരു വലിയ വന്നിട്ടുണ്ട്, ഒരു ഷെയ്ഖ് വന്നിട്ടുണ്ട്, ഒരു ഹസ്രത്ത് വന്നിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ പല ആളുകളും വന്നു പല സങ്കടവും പറഞ്ഞു. ആ കൂട്ടത്തിൽ ബാംഗ്ലൂർക്കാരിയായ ഒരു സഹോദരി വന്നിട്ട് പറഞ്ഞു, എന്റെ ഒരു മകനെ കാണാനില്ല, എനിക്ക് ആകെ ഒരു സന്താനേ ഉള്ളൂ, ആ സന്താനത്തെ കാണാനില്ല, 17 വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു പോയതാണ്.
എന്റെ മകനെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പൊട്ടിക്കരഞ്ഞ ആ സഹോദരി CM വലിയുല്ലാഹിയോട് പറഞ്ഞപ്പോൾ അവിടുന്ന് മറുപടി പറഞ്ഞു, ആജ് രാത്രിമേ ആയേഗ, ഇന്ന് രാത്രി വരും. 17 വർഷങ്ങൾക്ക് മുമ്പ് കാണാനില്ലാത്ത മനുഷ്യൻ ഇന്ന് രാത്രി വരുമെന്ന് പറഞ്ഞപ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആ സ്ത്രീ തിരിച്ചുപോയി. അത്ഭുതമെന്ന് പറയട്ടെ, രാത്രിയായപ്പോഴേക്ക് ആ 17 വർഷങ്ങൾക്ക് മുമ്പ് കാണാനില്ലാത്ത മനുഷ്യൻ തന്റെ വീട്ടിലേക്ക് കയറി വന്ന് പ്രിയപ്പെട്ട ഉമ്മാനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് ആ മകന്റെ കൈപിടിച്ചുകൊണ്ട് മഹാനായ ഷെയ്ഖ് CM വലിയുള്ളാഹിയുടെ സാന്നിധ്യത്തിൽ കൊണ്ടുവന്ന്, ഹസ്രത്ത് മേരാ ബച്ചാ ഗയാ, എന്റെ സന്താനം വന്നിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത പറഞ്ഞപ്പോൾ ആ മകൻ പറയുന്നു, ഉമ്മ, ഇന്ന് ഉച്ചക്ക് ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ മനുഷ്യൻ എന്നോട് വന്ന് പറഞ്ഞു, പോടാ വീട്ടിൽ പോ, ഉമ്മ കാത്തിരിക്കുന്നു എന്നോട് അടിച്ചുകൊണ്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ വീട്ടിലേക്ക് വന്നത് ഉമ്മ എന്ന് മഹാനായ തരുവണ ഉസ്താദിന്റെ സാന്നിധ്യത്തിൽ ആ മകനും ഉമ്മയും പറഞ്ഞത് മഹാനായ തരുവണ ഉസ്താദ് അനുസ്മരിക്കാറുണ്ട്.